ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രം പോത്തങ്കോട് മടവൂർ പാറയിലാണ്. അതായത് മടവൂർ പാറ സംരക്ഷിത സ്മാരകം. ഇത് കേരള ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലാണ് വരുന്നത്. ഇവിടെ മെയിൻ എൻട്രൻസ് കഴിഞ്ഞ് ചെന്നാൽ കാണുന്ന കാഴ്ചകളാണിനി. തിങ്കളാഴ്ച ഇവിടെ ഇല്ല. തിങ്കളാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും പബ്ലിക് ഹോളിഡേയ്സും ഇല്ല. അപ്പോൾ ഒരു രജിസ്ട്രേഷൻ കൗണ്ടറുണ്ട്. അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് എഴുതി കൊടുക്കുക. ടിക്കറ്റൊന്നുമില്ല. അത് കഴിഞ്ഞ് ഒരു നടപ്പാത നല്ല ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വശത്ത് ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാർക്ക് അതുകൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി റൈഡുകളുണ്ട് ഇവിടെ. നമുക്ക് കുറേ കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ പറ്റും. വൈകുന്നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. ഇനി നേരെ മുകളിലേക്ക് കയറാം. അതായത് നമ്മൾ പാറയുടെ മുകളിൽ നിന്നാണ് തുടങ്ങുന്നത്. സാധാരണ പാറ മുകളിലോട്ട് നമ്മൾ കയറുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് മുകളിൽ നിന്ന് താഴോട്ടുള്ള ഒരു യാത്രയായിട്ട് തന്നെ കണക്കാക്കാം. ഇനി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് പോകുമ്പോൾ അവിടെ ഒരു ഹട്ട്, പിന്നെ ബാംബൂ ബ്രിഡ്ജൊക്കെ കാണാം. ഇരിക്കുന്നവരൊക്കെ ഇവിടെ പതിവായിട്ട് വരുന്ന ആൾക്കാരാണ്. ഇവിടെ ഒരു കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട്. ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറാണ് ഉദ്ഘാടനം ചെയ്തേക്കുന്നത്. ബാംബൂ ബ്രിഡ്ജ്, അതുപോലെ ഹട്ട്, അതുപോലെ ഒരു മിനി ഓഡിറ്റോറിയം. ഈ ബാംബൂ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു പാറയെ മറ്റൊരു പാറയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് കാണുന്ന പോലെയല്ല, നല്ല ദൂരമുണ്ട്. ഇടയ്ക്ക് പൊളിഞ്ഞൊക്കെ കിടക്കുകയായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ നല്ല ഭംഗിയായിട്ടൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ നടക്കുമ്പോൾ ഉള്ള കാഴ്ചകളും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഒരു ചെറിയ കാട് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പാലത്തിൽ കൂടെ നടന്ന് കയറുന്നത് മറ്റൊരു പാറയിലോട്ടാണ്. കുറച്ച് കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ട്. ഷൂസൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നതാണ് ബെറ്റർ. ചുറ്റുമുള്ള കാഴ്ചകളും വളരെ മനോഹരമാണ്. ഇനി നമ്മൾ കയറി നേരെ ചെന്നിറങ്ങുന്നത് വേറൊരു പാറയിലോട്ടാണ്. അവിടെ നിന്നുള്ള കാഴ്ചകളും വളരെ മനോഹരമാണ്. നമുക്കവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സിറ്റി മൊത്തം കാണാനായിട്ട് പറ്റും. ഇത് നമ്മൾ കയറി വന്ന പാറ, ആ പാലം കയറി വന്നതാണ്. ഇനി നേരെ തിരിച്ചിറങ്ങുമ്പോഴും നമ്മൾ നേരത്തെ കണ്ട ആൾക്കാരവിടെ വൻപിച്ച രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇനി നേരെ നമുക്ക് മിനി ഓഡിറ്റോറിയം കാണാം. ഈ ഓഡിറ്റോറിയത്തിൽ നമുക്ക് അവിടെ റീൽസ് എടുക്കാനും ഒക്കെ ഫോട്ടോസ് എടുക്കാനും സൗകര്യമുണ്ട്. പക്ഷേ നമുക്ക് പരിപാടി നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്കായിട്ടുള്ള എന്തെങ്കിലും സ്പെഷ്യൽ പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ പെർമിഷൻ മേടിക്കേണ്ടി വരും. അത് ട്രിവാൻഡ്രം ഫോർട്ട് ഹോസ്പിറ്റലിന് അടുത്ത ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസുണ്ട്. അവിടെ നിന്നാണ് നമുക്ക് പെർമിഷൻ മേടിക്കേണ്ടത്. അതുപോലെ ഇത് നമ്മുടെ ഓണാഘോഷത്തിൻ്റെ ഒരു വേദിയാണ്. ഓണാഘോഷം പരിപാടി നടക്കുമ്പോൾ അവിടുത്തെ ചില കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ ഇവിടെ വെച്ചാണ് നടത്തുന്നത്. ഇനി നമുക്ക് നേരെ താഴോട്ട് ഇറങ്ങാം. അതായത് പാറയുടെ മുകളിൽ നിന്ന് താഴോട്ടുള്ള ഒരു യാത്രയാണ്. ഇതിൽ നിന്ന് സൈഡ് ഡീവിയേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് പാറയുടെ മുകളിലോട്ടൊക്കെ കയറാം. അപ്പോൾ തിങ്കളാഴ്ചയും പബ്ലിക് ഹോളിഡേയ്സും ഇവിടെ പ്രവർത്തിക്കുന്നതല്ല. അത് നിങ്ങൾ മൈൻഡിൽ വെച്ചോണം. ഇനി പാറയുടെ മുകളിലേക്ക് ഞാൻ വെറുതെ ഒന്ന് കയറി. പിന്നെ തിരിച്ചിറങ്ങാൻ നേരത്ത് ആ ചപ്പൽ വിട്ടുകൊണ്ട് തിരിച്ചിറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചപ്പലൊക്കെ ഊരി കൈ പിടിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ സൂക്ഷിച്ചൊക്കെ കയറുക. ഇനി അടുത്തത് നേരെ താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ ഉള്ളത് ഒരു പോണ്ടാണ്. അത് ഭയങ്കര വൃത്തിയായിട്ടൊന്നും സൂക്ഷിച്ചിട്ടില്ല. കുറച്ച് മീനുകളൊക്കെ ഉള്ളൂ. ഇനി ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം. ഇത് താഴേന്ന് മുകളിലേക്കുള്ള ഒരു വ്യൂ ആണ്. ഇതിൻ്റെ സൈഡിൽ തന്നെ കയറൊക്കെ കെട്ടിയിട്ടുണ്ട്. പാറയുടെ ഒരറ്റത്ത് നിന്ന് നമുക്ക് വേണമെങ്കിൽ ട്രാവൽ ചെയ്ത് മറ്റേ അറ്റത്ത് പോയി അവിടെ മരത്തിലൊക്കെ തൊട്ട് തിരിച്ചു വരാൻ പറ്റും. പിന്നെ കുറച്ച് സ്ഥലത്തൊക്കെ ഡേഞ്ചർ ബോർഡ് വെച്ചിട്ടുണ്ട്. അങ്ങോട്ടൊന്നും പ്രവേശനമില്ല. അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഭയങ്കര കുത്തനമായിട്ടുള്ളൊരു കയറ്റമുണ്ട്. അങ്ങോട്ടൊന്നും നമുക്ക് പ്രവേശനമില്ല. ഇനി ഞാൻ മുകളിലോട്ട് തന്നെ തിരിച്ചു വന്നു. അവിടെയും കുറേ ഹട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ ബാത്റൂമുണ്ട് താഴെ. അതുപോലെ ക്യാൻറ്റീൻ നേരത്തെ കുടുംബശ്രീയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ക്യാൻറ്റീനിൽ എല്ലാ സൗകര്യവും, നമ്മൾ വെള്ളവും അങ്ങനെയുള്ള സ്നാക്സ് ഒന്നും കൊണ്ടുപോകണ്ട. ഇവിടെ തന്നെ എല്ലാം ഉണ്ട്. ശരിക്കും ഒരു 2.5 മണിക്കൂറാണ് നമുക്ക് വേണ്ടി വന്ന സമയം. ഫുൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വരാനുള്ള സമയം എന്ന് പറയുന്നത് 2.5 മണിക്കൂറാണ്. ക്യാൻറ്റീൻ്റെ മുകളിലത്തെ നിലയിലോട്ടാണ് നമ്മൾ കയറി ചെന്നത്. ഇനി താഴോട്ട്. അപ്പോൾ ഇവിടെ ട്രൈ ചെയ്യാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഇവിടുത്തെ നാരങ്ങ വെള്ളം ഒരു രക്ഷയുമില്ല. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ പോകുന്നവരൊന്ന് ട്രൈ ചെയ്യുക. ഞായറാഴ്ച നല്ല തിരക്കുള്ള ദിവസമാണ്. ബാക്കിയുള്ള ദിവസം വലിയ തിരക്കൊന്നുമില്ലെന്നാണ് പറഞ്ഞ്. ഇത് ഉഷ ചേച്ചിയാണ് ക്യാൻറ്റീൻ നടത്തുന്നത്. അപ്പോൾ ക്യാൻറ്റീനിൽ തന്നെ പരിപ്പുവട, ഉഴുന്നുവട, ബജി, അതുപോലെ ബനാന ഫ്രൈ എല്ലാം ഉണ്ട്. ചായയും നല്ലതായിരുന്നു.
കിട്ടിയ സമയം കൊണ്ട് ചായ നാരങ്ങയുള്ളതെല്ലാം ട്രൈ ചെയ്തു. ഇതേ ബാത്റൂം. അപ്പോൾ ഒരു ദിവസം നമുക്ക് വൈകുന്നേരം ചെലവിടാം. അതുപോലെ ഫോട്ടോസ്, ഞാൻ എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ വേറൊരു സ്ഥലം. ഇനി കാണുന്നവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക. ബൈ ബൈ.